എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ ദിവസം അൺകട്ട് വേർഷൻ തന്നെ കാണാൻ പറ്റി. അപ്പോൾ അതിൽ നമ്മൾ സംഘികളുടെ പിന്നെ അണ്ണാക്കിൽ രാപ്പടിച്ച് കയറ്റുന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കമൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഇത് അൺകട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, അൺകട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയിലാണ് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തത് കാണാൻ പോയത്. അപ്പോൾ കണ്ടപ്പം ഒരു സിനിമ നിരൂപണം എന്നുള്ള ലെവലിൽ നമ്മൾ നോക്കി കാണുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല അതിൽ. പ്രത്യേകിച്ചൊരു എന്താ പറയുക, ഒരു ഒരു അബോവ് ആവറേജ് സിനിമ എന്നുള്ള ആ ഒരു ലെവലിൽ കഥ വയസ്സിലൊക്കെ. പിന്നെ അതിൻ്റെ ഒരു വിഷ്വൽ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു പിന്നെ മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ലെവലിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു ലെവലിൽ വിഷ്വൽ ഒരു പിന്നെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിലാണ്. പിന്നെ ഡയറക്ഷനും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡയറക്ഷൻ തന്നെയാണ്, അതിലൊന്നും സംശയമില്ല. പക്ഷേ ഈ പിന്നെ ലൂസിഫറിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു പഞ്ച്, ആ ഒരു മാസ് കാര്യങ്ങൾ അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര എമ്പുരാനിലില്ല. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഒരു എബോവ് ആവറേജ് പടം എന്നുള്ള രീതിയിൽ കാണേണ്ടതുള്ളൂ. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, ആ സിനിമ ഇനി എത്ര സംഖ്യകൾ വട്ടയിരുന്ന് കട്ട് ചെയ്താലും ആ സിനിമക്ക് സംഖ്യകൾക്കും കൊങ്ങികൾക്കും എല്ലാവർക്കും അടി കിട്ടുന്ന രീതിയിലുള്ള സിനിമയാണത്. ഇപ്പം നമ്മൾ മുന്നിൽ സംഖ്യകളെ മാത്രമാണ് കാണുന്നുണ്ടെങ്കിലും സഖാക്കന്മാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും എല്ലാവർക്കും അതിൽ കൊട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു കംപ്ലീറ്റ് നമ്മൾ നല്ലൊരു എൻ്റർടൈനറായിട്ട് അതിൽ സുരാജിൻ്റെ 1-2 സീനുകളുണ്ട്. അതുപോലെ അതിലുള്ള ഒരു സഖാവിൻ്റെ 1-2 സീനുകളിലൊക്കെ തിയേറ്ററിൽ നല്ല ചിരിയായിരുന്നു. അതേമാതിരി സംഖ്യകളുടെ ഈ പറഞ്ഞില്ലേ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വളരെ കൂടെ ഇരുന്ന് കണ്ട ആളുകളിൽ ഈ പറഞ്ഞ പല രാഷ്ട്രീയമുള്ള ആളുകളുണ്ടാവും. പക്ഷെ അങ്ങനെ ജസ്റ്റ് കണ്ടുപോകേണ്ട ഒരു സിനിമ മാത്രമാണ്. പക്ഷേ ഈ സംഖ്യകൾ ഇതിൻ്റെ വൈത്തല കൂടി ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പം എന്താ ലാഭം എന്ന് വെച്ചാൽ, ഗുജറാത്ത് കലാപവും പിന്നെ അതിനോടനുബന്ധിച്ച് നടന്ന പ്രശ്നങ്ങളുമൊക്കെ ഒന്നും കൂടെ ഒന്ന് ചർച്ച ചെയ്യപ്പെടാനും, ഇപ്പം ഞാനൊക്കെ ഗുജറാത്ത് കലാപത്തിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയത് വളരെ ചെറിയ കാര്യങ്ങൾ ചെറിയ രീതിയിലൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വിഷയം വന്നതിന് ശേഷമാണ് പല സോഴ്സുകളിൽ നിന്നായിട്ട് നമ്മളിത് എന്താണ് ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞു നിൽക്കാൻ മാത്രം എന്താ ഉള്ളതെന്നൊക്കെ അന്വേഷിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അപ്പം അതുപോലെ ഒരുപാട് ആളുകൾക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള ഒരു കാരണം കൂടെ ഈ സിനിമ ആയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇതിൽ മറ്റൊരു സുപ്രധാന കാര്യം എനിക്ക് ഫീൽ ചെയ്തത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ അതുപോലെ ആം ആദ്മി പാർട്ടീൻ്റെ പ്രധാനപ്പെട്ട പല നേതാക്കളും വർഷങ്ങളോളം ജയിലിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളോട് നേരിട്ടും അല്ലാതെയൊക്കെ ചോദിക്കുന്നുണ്ട്, എന്ത് ഇങ്ങനെയൊക്കെ ജയിലിൽ കിടക്കണമെങ്കിൽ ഒരു കാരണം ഉണ്ടാവുമല്ലോ, വെറുതെ ഇങ്ങനെ ജയിലിലിടാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് കോടതി അങ്ങനെ വെറുതെ ഒരാളെ കാരണമില്ലാതെ ജയിലിലിടുമോ എന്നുള്ള രീതിയിൽ നിഷ്കളങ്കമായിട്ടുള്ള ആളുകളും അല്ലാതെ നമ്മളെ പിന്നെ ഊശിയാക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് ചോദിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ സിനിമയിൽ അതിൻ്റെ യഥാർത്ഥ കാരണം അതിൽ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. PMLA ആക്ട് എന്ന് പറയുന്നൊരു ആക്ട് ഉണ്ട്. അപ്പം അതിൽ ഇപ്പോൾ 2018-ലോ 2019-ലോ ഈ സർക്കാർ, മോദി സർക്കാർ അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൊണ്ടുവന്നത് മെയിനായിട്ട് ഈ പ്രതിപക്ഷ കക്ഷികളെ നേതാക്കളെ വലക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ആ സിനിമയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അതിപ്പോൾ അതിൻ്റെ സ്പോയിലറൊന്നുമല്ല, അത് പോയി കാണേണ്ടവർക്ക് കണ്ട അത് കാര്യം മനസ്സിലാവും. അപ്പം ഇങ്ങനെ എല്ലാം കൊണ്ടും ഒരു എന്താ പറയുക, അവിയൽ പരിവെന്ന് പറഞ്ഞാൽ കുറച്ച് മോശമായി പോകും. അതൊരു മോശപ്പെട്ട പ്രയോഗമായിട്ടാണ് എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് അവിയൽ എന്ന് പറയുന്നില്ല, ഒരു സാമ്പാറാണെന്ന് പറയാം. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള, അതായത് എല്ലാ രീതിയിലും രാഷ്ട്രീയപരമായിട്ട് ഇന്നത്തെ ഒരു ആനുകാലിക രാഷ്ട്രീയം, കേരളത്തിലെയും ഇന്ത്യയിലൊക്കെ ഒരു രാഷ്ട്രീയം മൊത്തത്തിൽ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിൽ തന്നെ ഈ സിനിമ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരു പക്ഷേ ഇപ്പോൾ ഈ നടക്കുന്ന വിഷയങ്ങളൊക്കെ പൃഥ്വിരാജിനെ പോലെ ഒരാൾ പിന്നെ മുൻകൂട്ടി കണ്ടിട്ടും ഉണ്ടാവാം, അതിനുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടാവാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതുപോലൊരു വിഷയം തൊട്ട് കഴിഞ്ഞാൽ ഇതിനിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും എന്നുള്ളതും, ലൂസിഫർ 3 ഇറക്കണം, ഇതിൻ്റെ ഒരു 3rd പാർട്ട് ഇറക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പിന്നെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള
രാഷ്ട്രീയക്കാരുടെയൊക്കെ സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധമെങ്കിലും ഇല്ലാതെ നിൽക്കേണ്ടി വരും എന്നൊക്കെ ഉള്ളത് പൃഥ്വിരാജ് ആലോചിക്കേണ്ടതാണ്. അപ്പോൾ അയാൾ അതിനുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ സിനിമേൻ്റെ വിജയത്തിനെ കുറിച്ചോ സിനിമേൻ്റെ പരാജയത്തിനെ കുറിച്ചോ കട്ട് ചെയ്താലുണ്ടാകുന്ന നഷ്ടത്തിനെ കുറിച്ചൊന്നും ആ രീതിക്കും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര തന്നെ കട്ട് ചെയ്താലും എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിൽ പിന്നെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം നിലവിൽ എങ്ങനെയാണെന്നുള്ളതും എങ്ങോട്ടാണിത് പോയിക്കൊണ്ടിരിക്കണമെന്നുള്ളതും നമ്മൾ ഒരു മതേതര സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോരുത്തരും എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലാണ് നമ്മളെ നാട് കുട്ടിച്ചോറാവാതെ നിൽക്കുക എന്നുള്ളതും നമുക്ക് പഠിക്കാൻ ഈ ഒരു സിനിമ നല്ലതാണ്.